ഹായ് ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് അമ്പലത്തിലൊക്കെ പോയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഫേസ് നല്ല ക്ലിയർ ആവണമെന്നും നിങ്ങളുടെ ബ്യൂട്ടി കോൺസെപ്റ്റുകളെല്ലാം ഫുൾഫിൽ ചെയ്യണമെന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ സി സിറമാണ്. നിങ്ങൾക്കറിയാം, വൈറ്റമിൻ സിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വൈറ്റമിൻ സി നമ്മൾക്ക് നല്ല കളർ തരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. വൈറ്റമിൻ സി ഉള്ളിലേക്ക് എടുക്കുകയും കൂടെ വേണം കേട്ടോ. അത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങൾ കഴിക്കുകയും കൂടി ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ഗ്ലോ വരിക. അതിനെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാനും സൂര്യപ്രകാശം അടിച്ചിട്ടും ക്ലൈമറ്റ് അടിച്ചിട്ടും അല്ലെങ്കിൽ നമ്മളുടെ ഫേസിന് ഒരു ഗ്ലോ കിട്ടാനും ഒന്ന് ഒന്ന് എക്സ്ട്രാ ഗ്ലോ നമ്മൾക്ക് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഫേസിൻ്റെയും കൈയുടെയും കാലിൻ്റെയും ഒക്കെ സ്കിന്ന് എപ്പോഴും വെളിയിലോട്ട് എക്സ്പോഷർ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു കെയർ ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ ഒരു 90% സ്കിന്ന് ബ്രൈറ്റ് ആകുന്നതും ഫെയർ ആകുന്നതും നല്ല ഭംഗി ഉണ്ടാകുന്നതുമൊക്കെ നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന കാര്യങ്ങളാണെന്ന് ഒരിക്കലും മറക്കരുത്. നമ്മൾ അതിന് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഇനിയും നമ്മൾ ചെയ്യും. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ വേർഷനിൽ അത് മാറ്റാവുന്നതാണ്. പക്ഷേ ഷുഗർ ഒക്കെ ഉള്ള ആളുകൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കണം. അതിനിടയ്ക്ക് ഞാനൊരു ഡിസ്ക്ലൈമർ പറഞ്ഞോട്ടെ. നമ്മൾ പറയുന്ന ഹോം റെമഡീസും അല്ലെ ബ്യൂട്ടി ടിപ്സും അല്ലെ ആയുർവേദ റെമഡീസും ഒക്കെ തന്നെ റെസിപ്പീസും ഒക്കെ തന്നെ സാധാരണ ഒരു പ്രശ്നമൊന്നുമില്ലാത്ത സ്കിന്നുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നോർമലായിട്ടുള്ള ഹെയർ ഫാൾ ഉള്ളവർക്കുള്ള നമ്മളുടെ ഹെയർ ഓയിലൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് സാധാരണ രീതിയിൽ താരൻ വരുന്നത് അത് ഒന്നും ഒരു വലിയ പ്രശ്നമല്ല. അതൊക്കെ നമ്മൾക്ക് പരിഹരിക്കാവുന്നതാണ്. അതല്ലാതെ ക്രോണിക് ഡിസീസസ് ഒക്കെ ഉള്ള ആൾക്കാരെയാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ അഡ്വൈസ് ഇല്ലാതെ ഒന്നും തന്നെ ചെയ്യരുത്. കാരണം ഒരു ക്യാൻസർ പേഷ്യൻറ്റോ ഒരു കീമോ കഴിഞ്ഞവരോ അല്ലെങ്കിൽ വേറെ കുറേ ഡിസീസസ് ഉള്ളവരോ ഒക്കെ എൻ്റെ അടുത്ത് ചെയ്യാമോ അത് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ പറയുന്നത് നോർമൽ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ആളുകൾക്കുള്ള സ്കിൻ കെയർ ആണ് നമ്മൾ പറയുന്നത്. കുറേ അധികം ക്രോണിക് ഡിസീസസ് ഒന്നിച്ചുള്ള ആളുകൾ എൻ്റെ അടുത്ത് വാട്സപ്പ് ഒക്കെ ചെയ്തും വിളിച്ചും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെയും ഞാൻ കൊടുക്കുന്ന മെസ്സേജ് ഡോക്ടറെ കാണൂ എന്നാണ്. അതൊരിക്കലും മറക്കരുത്. ഓക്കെ, നമ്മൾക്ക് വൈറ്റമിൻ സിയിലോട്ട് വരാം. വൈറ്റമിൻ സി ആണ് നമുക്ക് ഫേസിൽ നല്ല കളർ തരാനും ഫേസിനെ യങ് ആക്കി വെക്കാനും ഒക്കെ സഹായിക്കുന്നത്. വൈറ്റമിൻ സി നമ്മളുടെ ഫേസിൽ നല്ല കളർ തരാനും നമ്മളുടെ സ്കിന്നിനെ നല്ല ഒരു എൻറിച്ച് ആക്കി കാണിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. വൈറ്റമിൻ സി സിറം നമ്മൾക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾക്ക് വൈറ്റമിൻ സി സിറം ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ബാക്കി സംസാരിക്കാം. ഓറഞ്ചിന്റെ തൊലിയിൽ പഴത്തിന്റെ ഉള്ളിലെ ഭാഗത്തേക്കാൾ കൂടുതൽ വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നുണ്ട്. ഏകദേശം 100 ഗ്രാം പുതിയ ഓറഞ്ച് തൊലിയിൽ 120 അല്ലെങ്കിൽ 140 മില്ലിഗ്രാം വിറ്റാമിൻ സി വരെ ഉണ്ടായേക്കാം. ഓറഞ്ചിന്റെ തൊലി നമ്മൾ ഇതുപോലെ പീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഓറഞ്ചിന്റെ തൊലിയാണ് ഞാൻ പീൽ ചെയ്തെടുക്കാൻ പോകുന്നത്. വിറ്റാമിൻ സി കൊളാജൻ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന് യുവത്വം നൽകാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, പിഗ്മെന്റേഷൻ, മെലാസ്മ, മുഖക്കുരുവിന്റെ പാടുകൾ എന്നിവ കുറച്ച് മുഖത്തിന് തിളക്കം നൽകാൻ സഹായിക്കുന്നതാണ്. സൂര്യപ്രകാശം കൊണ്ടുണ്ടാകുന്ന സൺ ടാൻ മാറ്റാനും അല്ലെങ്കിൽ അന്തരീക്ഷ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനും ഒക്കെ നമ്മൾക്ക് വിറ്റാമിൻ സി സഹായിക്കുന്നതാണ്. നമ്മളുടെ ചർമ്മത്തിൽ പുതിയ കോശങ്ങളെ ഉണ്ടാക്കാനും റെജിനുവേറ്റ് ചെയ്യാനും യൂത്ത്ഫുൾ ഗ്ലോ തരാനും നല്ല ആരോഗ്യമുള്ള ചർമ്മം തരാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മൾ ആദ്യം ഈ ഓറഞ്ച് പീലിനെ നമ്മളുടെ സോസ് പാനിലേക്ക് ഇട്ടിട്ട് ഹോം മെയ്ഡ് റോസ് വാട്ടർ ആണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. ഈ തൊലി മുങ്ങിക്കിടക്കാനും മാത്രം റോസ് വാട്ടർ ആണ് നമ്മൾ ഒഴിക്കുന്നത്. ഇത് നമ്മൾ ബോയിലിംഗ് പോയിന്റ് വരെ മാത്രമാണ് ബോയിൽ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. പച്ചയ്ക്ക് നമ്മളുടെ സ്കിന്നിലേക്ക് തേക്കുമ്പോൾ ഓറഞ്ചിന് ചില റാഷസ് പോലെ നമ്മളുടെ മുഖത്തുണ്ടാകാനും കുറച്ച് അസിഡിക് ഇഫക്റ്റ് ഉണ്ടാകാനും സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നു. പിന്നെ അതിനെ ഇൻഫ്യൂസ് ചെയ്ത റോസ് വാട്ടറിലേക്ക് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. ചെറിയ 4 ടാബ്ലറ്റ് ആണ് ഞാൻ ചേർക്കുന്നത്. ഇന്ത്യയിൽ ഇതിന്റെ പച്ച കളറുള്ള ടാബ്ലറ്റ് ആണ് അവൈലബിൾ എന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും. നിങ്ങൾക്ക് ഏജ് ആകുന്നത് കൊണ്ട് സ്കിന്ന് വറ്റി വരണ്ട് പോകുന്നുണ്ടെങ്കിൽ 2 കൂടെ ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ സ്കിന്നിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. മിക്സ് ചെയ്തിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്.
വളരെ കെയർഫുൾ ആയിട്ടും വൃത്തിയോടെയും കൂടെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ഇതുപോലെ ഉണ്ടാക്കാൻ എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. വൈറ്റമിൻ ഇ നമ്മളുടെ സ്കിന്നിന് കളർ തരാനും നമ്മളുടെ സ്കിന്നിൽ മോയ്സ്ചറിനെ ലോക്ക് ചെയ്യാനും യുവത്വം തരാനും കറുത്ത പാടുകളും കേടുപാടുകളും ഒക്കെ മാറ്റാനും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് റോസ് വാട്ടർ. റോസ് വാട്ടർ നമ്മളുടെ സ്കിന്നിനെ ഒന്ന് ടോണർ പോലെ പ്രവർത്തിക്കുന്നതാണ്. അതായത് റെജുനിവേറ്റ് ചെയ്യാൻ, നല്ല ഫ്രഷ് ആക്കാൻ, സ്കിന്നിൽ ഉണ്ടാകുന്ന ക്ഷീണമൊക്കെ മാറ്റി സ്കിന്നിനെ ഒന്ന് ഉത്സാഹപ്പെടുത്താൻ വളരെ നല്ലതാണ് റോസ് വാട്ടർ. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് അതിനെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറച്ച് അടുപ്പമുള്ള കണ്ണികളായിരിക്കണം. ഇത് ഹോം മെയ്ഡ് അലോവേറ ജെല്ലാണ്. ഏകദേശം 30-40 ഗ്രാമോളം അലോവേറ ജെൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഇൻഫ്യൂസ് ചെയ്തെടുത്ത വൈറ്റമിൻ സിയുടെ ലോഷൻ നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും അത് ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർന്ന് ഒരേ അനുപാതത്തിൽ ആ ഒരു സിറം നമ്മൾക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഓർക്കുക, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ഈ സിറം ഉണ്ടാക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ഈ സിറം നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. വളരെ നല്ലതാണ്. സ്കിന്നിന് കളർ തരാനും യുവത്വം നിലനിർത്താനും പിഗ്മെന്റേഷൻ മാറാനും ഒക്കെ നല്ലതാണ്. ഇതാണ് അതിന്റെ കൺസിസ്റ്റൻസി. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ കുഴഞ്ഞിരുന്ന് വീണ്ടും പുറത്തൊക്കെയുള്ള ഡസ്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് വന്ന് പെട്ട് വീണ്ടും നമ്മൾക്ക് സ്കിന്നിന് കളർ പോകാനായിട്ട് അത് ഇടയാകും. ഇതുപോലെ ഒരു സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിൽ നിങ്ങൾക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ചെക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. അപ്പോൾ വൈറ്റമിൻ സി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിന് എത്രത്തോളം വ്യത്യാസമുണ്ടായി എന്നൊന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. അപ്പോൾ കണ്ടു വൈറ്റമിൻ സി സിറം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. നിങ്ങൾക്കിത് വേണ്ടത്ര ക്വാണ്ടിറ്റി മാത്രം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കാൻ. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് നമ്മളുടെ സ്റ്റോറിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിക്കുമ്പോൾ അതിനകത്ത് വേറെയും കുറേ എസെൻഷ്യൽ ഓയിൽസും വേറെയും കുറേ കീ ഇൻഗ്രീഡിയൻസും ഒക്കെ ചേർത്തിട്ടായിരിക്കും നമ്മൾ അത് നിങ്ങളുടെ കയ്യിൽ പ്രോഡക്റ്റ് ആയിട്ട് എത്തിക്കുക. നമ്മൾ പലപ്പോഴും അത് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സൗന്ദര്യം സംരക്ഷിക്കുന്നത് നമ്മളുടെ സന്തോഷത്തിനും നമ്മളെ കാണാൻ ഇഷ്ടമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ഒരു സന്തോഷത്തിനുമൊക്കെയാണ്. പക്ഷെ ഒരിക്കലും നിങ്ങളെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ സൗന്ദര്യത്തിനെ കെയർ ചെയ്യാൻ പോകരുത്. അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രോബ്ലംസ് വീണ്ടും വീണ്ടും കൂടത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ നമ്മളെക്കുറിച്ചായിരിക്കും പറയുന്നതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോൾ വേറൊരാൾ അയ്യോ ആ കൊച്ചിനെ കാണാൻ എന്ത് രസമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ വേറൊരു പെണ്ണിനെ കാണാൻ ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണാൻ കൊള്ളില്ല എന്നതിൻ്റെ അർത്ഥമില്ല, അല്ലെ നിങ്ങളെ കാണാൻ കൊള്ളില്ല എന്നതിന് അർത്ഥമില്ലെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്ന വളരെ നമ്മൾക്ക് സെൽഫ് വാല്യൂ കുറയുമ്പോഴാണ്, നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് കുറയുമ്പോഴാണ് നമ്മൾക്ക് അങ്ങനെ തോന്നുക. നമ്മൾക്ക് നമ്മളെക്കുറിച്ച് നല്ല ഒരു അറിവുണ്ടായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ല ഒരു ബോധം ഉണ്ടായിരിക്കണം. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ സ്കിൻ ഇങ്ങനെയാണ്, അല്ലെ എന്നെ കാണാൻ ഇത്രയും നല്ലതാണ്. ആര് നമ്മളെ പൊക്കി പറഞ്ഞാലും ഒരുപാട് അങ്ങ് പൊങ്ങാൻ പോകരുത്. ആര് നമ്മളെ താഴ്ത്തി പറഞ്ഞാലും ഒരുപാട് വിഷമിക്കാനും പോകരുത്. അവിടെയാണ് നമ്മൾക്ക് നമ്മളെക്കുറിച്ച് ശരിക്കും അറിയാവുന്നത്. എനിക്ക് എന്നെ അറിയാം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ പലർക്കും നിറയെ കാര്യങ്ങളിൽ നമ്മൾക്ക് നമ്മളെ തന്നെ അറിയില്ല. ഒരാളിപ്പോൾ നിങ്ങളിങ്ങനെ ഫാറ്റാണ്, അല്ലെ നിങ്ങളിങ്ങനെ എന്താ പറയണ്ടേ, വേറെ കൺട്രീസിലുള്ള ആളുകളെ കുറിച്ചൊക്കെ പറയത്തില്ലേ, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അവരുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അവർ കണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവർ പണ്ട് എവിടെയോ കണ്ടിരിക്കുന്ന ആളുകളുടെയോ അവരുടെ മനസ്സിലുള്ള ആ ഇമേജിനെയോ നമ്മൾക്കൊരു റിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോഴാണ് അവരങ്ങനെ പറയുന്നത്. അതിനൊരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമേ ഇല്ല. ദാറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളിങ്ങനെയാണെന്ന് നന്നായിട്ട്. അതിനാണ് കണ്ണാടി നോക്കണം എന്ന് പറയുന്നത്. കണ്ണാടി നോക്കി നമ്മളുടെ ഫേസ്, സ്കിന്ന്, ലിപ്സ്, നമ്മളുടെ ഐബ്രോ, നമ്മളുടെ കണ്ണ്, നമ്മളുടെ മൊത്തത്തിൽ നമ്മളുടെ മുടി, നമ്മളുടെ രൂപം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്കതിനെ കറക്റ്റ് ചെയ്യാനും അതിനെ ഒന്ന് പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകാനും നമ്മൾക്ക് എങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ പ്രസൻറ്റബിൾ ആകും എന്നുള്ളത് മനസ്സിലാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ഹെയർ സ്റ്റൈൽ നമ്മളൊന്ന് നോക്കുക. ഇന്നിപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് മെസ്സി ഹെയർ സ്റ്റൈൽ, എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് മെസ്സി ഹെയർ സ്റ്റൈൽ. അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മൾ ചീകി വൃത്തിയാക്കിയൊക്കെ വയ്ക്കുന്ന ആ ഒരു ഭംഗിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ട്രഡീഷണലായിട്ട് അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ മെസ്സി
ഹെയർ സ്റ്റൈലൊക്കെ ഒരു ഭംഗിയാണ്, എനിക്കിഷ്ടമാണ് ചിലപ്പോഴൊക്കെ. പിന്നെ എനിക്കിങ്ങനെ കുളിച്ചിട്ട് അങ്ങനെ തന്നെ ഇട്ടിട്ട് കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് തണുപ്പ് കിട്ടുന്നത് അതൊരു സന്തോഷമാണ്. അങ്ങനെ നമ്മളുടെ സന്തോഷങ്ങൾ എന്താണോ അത് ചെയ്യാൻ ഒരിക്കലും പഠിക്കേണ്ട കാര്യമില്ല, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആരെങ്കിലും നല്ലതാണെന്ന് പറഞ്ഞാലോ അവരുടെ മുടി നല്ലതാണെന്ന് പറഞ്ഞാലോ ഒക്കെ നമ്മൾ അയ്യോ ഇപ്പം നമ്മളെ കാണാൻ കൊള്ളത്തില്ല എന്നിട്ടാണോ പറയുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അത് ശരിക്കും അതൊരു ബ്രോഡ് മൈൻഡ്നെസ്സിന് ഒരു പോയിന്റ് അല്ല കേട്ടോ. നിങ്ങളുടെ മൈൻഡ് വളരെ ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. നമ്മളെപ്പോഴും ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാമല്ലോ. മറ്റൊരാളുടെ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടോ നമ്മൾക്ക് നമ്മളെക്കുറിച്ച് അറിയാൻ? നമ്മൾ ഇത്രത്തോളം നല്ലതാണ് നമ്മളെ കാണാൻ. ഓക്കെ, നമ്മൾ ഇന്ന ഡ്രസ്സ് ഇടുമ്പം കുറച്ചും കൂടെ നല്ലതാണ്, ഈ ഡ്രസ്സ് നമുക്ക് ചേരുന്നില്ല, അല്ലെ ആ കളർ നമുക്ക് ചേരുന്നില്ല എന്ന് നമുക്ക് സ്വയം അറിയാം. അത് പിന്നെ അവിടെ വേറൊരാൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എത്ര മാർക്ക് 10 ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അത് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ലൈഫിൽ എല്ലാം തന്നെ. അതുപോലെ തന്നെ നമ്മൾ സൗന്ദര്യ സംരക്ഷണം ചെയ്യുമ്പോൾ അല്ലെ ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ചെയ്യുമ്പോൾ അതിനാരെങ്കിലും കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്യുന്നവരുമുണ്ട് അല്ലാത്തവരുമുണ്ട്, ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എടുക്കേണ്ട കാര്യമില്ല. നമ്മളെയാണ് കെയർ ചെയ്യുന്നത്. നമ്മൾ ഈ ക്രീമോ പായ്ക്കോ ഒന്നും കൊണ്ട് അവരുടെ ഫേസിലിടാൻ പോകുന്നില്ല. നമ്മൾക്ക് വേണ്ടിയാണ് കെയർ ചെയ്യുന്നത്. അങ്ങനെ കെയർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടും. അത് മനസ്സിലാക്കുക. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് യോഗ, ഇറ്റ്സ് ടൈപ്പ് ഓഫ് തെറാപ്പി ടു ദ മൈൻഡ് ടു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്കൊരു കോൺഫിഡൻസ് വരും, നമ്മളെ കാണാൻ കൊള്ളാം, നമ്മൾ ഇന്ന് ഓക്കെ ആണ് എന്ന് തോന്നുന്ന സമയത്ത് ആ വീട്ടിൽ നമ്മൾ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത് കുറച്ച് പോസിറ്റീവായിട്ടായിരിക്കും, കുറച്ച് സന്തോഷത്തോടെ ആയിരിക്കും. അപ്പോൾ അവർക്കും കുറച്ച് മനസ്സിന് സമാധാനം കിട്ടും. നമ്മളൊരു ഡിസ്റ്റർബ്ഡ് മൈൻഡോടെ നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ സൗന്ദര്യം പോയെന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ കോംപ്ലക്സ് ഉണ്ടെന്ന് വെച്ചോ, നമുക്ക് വണ്ണം വെച്ചെന്നോ അല്ലെ മെലിഞ്ഞു പോയെന്നോ എന്തെങ്കിലുമൊക്കെ കവിളൊട്ടിയെന്നോ ഒക്കെ കാണുമല്ലോ. അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മളുടെ മൈൻഡിൽ അതൊന്നുമല്ല, നമ്മൾ ഓക്കെ ആണ് എന്ന് തോന്നുന്ന ദിവസം നമ്മൾ ആ വീട്ടിൽ ബിഹേവ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് കുറച്ച് സമാധാനം കിട്ടും. എസ്പെഷ്യലി ആൻറ്റി ഏജിങ്ങിൽ നമ്മൾ കുറച്ച് ഡിസ്റ്റർബൻസും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകും ഓട്ടോമാറ്റിക്കായിട്ട്. അതിൽ നിന്നൊക്കെ ഒന്ന് വ്യതിചലിച്ച് നിൽക്കാൻ വേണ്ടിയാണ് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുന്നതും ബോഡി പാക്ക് ഇടുന്നതും. അല്ലെങ്കിൽ ഇപ്പോൾ കർക്കിടക സമയത്ത് നമ്മൾ കർക്കിടക കെയറൊക്കെ നമ്മൾ ഫേസിന് ചെയ്യുന്നതൊക്കെ, നമ്മളുടെ കർക്കിടക കിറ്റൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട്. താങ്ക് യു ടു ഓൾ. എന്തിനാന്ന് വെച്ചാൽ വാങ്ങിച്ചതിനല്ല, അതിനേക്കാളും കൂടുതൽ നിങ്ങൾ കെയർ ചെയ്യാനായിട്ട് എടുത്ത ഒരു എഫേർട്ടിന് കൺഗ്രാജുലേഷൻ. അതാണ് പറയേണ്ടത്. നിങ്ങൾ കെയർ ചെയ്യാനായിട്ട് റെഡിയാണ്, കാരണം ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് അവിടെ കാണിക്കുന്നത്. സൗന്ദര്യ സംരക്ഷണം അല്ലെങ്കിൽ ഹെയറിൻ്റെ സംരക്ഷണം അല്ലെ കർക്കിടക ചികിത്സയൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് മുന്നോട്ട് ജീവിക്കാൻ ഇനിയും ദിവസങ്ങൾ കിടക്കുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾക്ക് സ്വയം ജീവിക്കാൻ ഒരു ആഗ്രഹമുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. നമ്മളാണ് അതിനെ ബ്യൂട്ടി ആക്കി എടുക്കുന്നതും ബ്യൂട്ടി അല്ലാതാക്കി എടുക്കുന്നതും. ഈ ഒരു കെയർ കൊണ്ട്, ഈ ഒരു തെറാപ്പി കൊണ്ട് ഒക്കെ നമ്മൾ അതാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. മൈൻഡിനെ ഒന്ന് കൂളാക്കുക, ബോഡിയെ ഫിറ്റാക്കുക. നമ്മൾ ആ ബോഡിയെ ഫിറ്റാക്കുന്നതിൽ സൗന്ദര്യത്തിന് ഒരുപാട് പങ്കുണ്ട് കേട്ടോ. മനസ്സിനെ ഫിറ്റാക്കുന്നതിലൊക്കെ ഇതൊക്കെ ചെയ്യാൻ നമുക്കൊരു മൈൻഡ് തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൊള്ളാമെന്ന് നമുക്ക് തോന്നണം. അതൊന്നും ഇല്ലാത്തവരാണ് മാറി നിന്ന് ഇതൊന്നും ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല, ഇതല്ല നല്ലത്, അതാണ് നല്ലത്. അത് അവരുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അത് അവർക്ക് എപ്പോഴും നെഗറ്റീവ് കിട്ടിയല്ലേ നെഗറ്റീവ് സംസാരിച്ച് അവർക്ക് അതിനോടൊരു അഡിക്ഷനാണ്. അവരുടെ മൈൻഡ് നിറച്ച് ടോക്സിക്കാണ്. സോ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തോട്ട് അധികം പോകാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ സൗന്ദര്യം ഒരു കലയാണെന്ന് മനസ്സിലാക്കുക, സൗന്ദര്യ സംരക്ഷണം ഒരു തെറാപ്പിയാണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ആൻറ്റി ഏജിങ്ങിനെ പാസ് ചെയ്യാനായിട്ടുള്ള ചെറിയ ടിപ്സുകളാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊന്നും ചെയ്യാനായിട്ട് ഒരിക്കലും നിങ്ങൾ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട. ഇതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ മൈൻഡിനും കൂടെ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടുമായി കാണുന്നുണ്ട്. ടേക്ക് കെയർ.